സ്വാഗതം ചെയ്യുന്നു കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ്. തിരക്ക് പിടിച്ചൊരു സൺഡേ വ്ളോഗാണ്. ഞങ്ങളുടെ ഒരു ദിവസത്തെ അടിപൊളി വ്ളോഗിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഒരുപാട് എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. കമൻറ്റിലൂടെ ഞാൻ വായിച്ച് കുറേ അധികം ചിരിക്കാറുണ്ട്. അടിപൊളി വ്ളോഗാന്ന് പറയാറുണ്ട്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. വ്ളോഗ് അടിപൊളിയാണെങ്കിൽ എന്ത് വേണം, ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ലൈക്കിലൂടെയാണ് റീച്ച് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാനുണ്ട്. അപ്പോൾ ലൈക്ക് ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് കൂട്ടുകാരി. ഇതാ വ്ളോഗ് ആരംഭിച്ചിട്ടോ. 5:30 നിസ്കാരത്തിന് ശേഷം വേഗം വന്നത് ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ ചായ കുടിച്ച് മദ്രസയ്ക്ക് പോയിട്ടോ. ഞാൻ വേഗം തന്നെ ഞങ്ങളുള്ള ചായയൊക്കെ അത് റെഡിയാക്കി വെച്ചു. അങ്ങനെ പാത്തൂസ് സെൻറ്റിട്ടുണ്ട്. മോൻ മദ്രസയിലേക്ക് പോയ ശേഷം വേഗം തന്നെ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നൊരു ചിന്ത കിടന്നു. അപ്പോൾ വേഗം തന്നെ ഇന്ന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് 6:30 കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ഫുഡാവണം. 8 മണിയാകുമ്പോഴേക്കും മദ്രസയ്ക്ക് പാത്തൂസിന് പോകാനുണ്ട്. വേഗം തന്നെ അങ്ങോട്ട് റെഡിയാക്കി വെക്കണം. മോൻ കൊണ്ടുപോകും കേട്ടോ മദ്രസയിലേക്ക്. ആദ്യം ഞാനാട്ടോ കൊണ്ടാക്കി കൊടുക്കാറ്. ഇപ്പോൾ മോന് സൈക്കിളുമ്മ അവളെ ഇരുത്തിങ്ങായിട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ വേഗം തന്നെ നൂലപ്പൊക്കെ അത് റെഡിയാക്കി എടുത്തു. തേങ്ങാപ്പാൽ സെറ്റായി. അങ്ങനെ നൂലപ്പം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് സെറ്റാക്കി വെച്ചു. അങ്ങനെ നേരെ ഇതാ പാത്തൂസ് ചായ കുടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് ഇതാ നൂലപ്പം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നൂലപ്പം വെച്ച് കൊടുത്തു. അങ്ങനെ ഇതിലേക്ക് ഇതാ നല്ല തേങ്ങാപ്പാൽ പഞ്ചസാരക്ക് ഇട്ടുങ്ങായിട്ട് പാത്തൂസ് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയിട്ടോ. അതിനുശേഷം ഇതാ ബീഫ് കിട്ടിട്ടോ. നല്ല നെയ്യുള്ള ബീഫാട്ടോ കിട്ടിയത്. അപ്പോൾ വേഗം തന്നെ കട്ട് ചെയ്ത് കിട്ടൂല. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞായിട്ട് ഉമ്മ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത മാമ്പഴം കിട്ടിയിട്ടുണ്ട്. റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതായിട്ട് നല്ല മധുരമുള്ള മാമ്പഴമാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് അടിപൊളി വളരെ ടേസ്റ്റിയായി വളരെ രുചികരമായ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ ഒരു മിക്സിഡ് ജാർ എടുത്തു. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ഇതാ മിക്സിഡ് ജാറിലേക്ക് ഇതാ ഇട്ട് കൊടുത്തു. മാമ്പഴം ഇതാ മിക്സിഡ് ജാറിലേക്ക് ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഐസ് ക്യൂബ് ഇതേ അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ അതിലേക്ക് ഇതാ ഷുഗർ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇതേ രീതിയിൽ വേണം സെറ്റാക്കി കൊണ്ടുവരാനായിട്ട്. ഇനി നമുക്ക് നല്ല പോലെ പാലൊക്കെ തിളപ്പിച്ച് ഒന്ന് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തത് ഒന്ന് ഒഴിച്ചെടുക്കുക. ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ടൊന്ന് കറക്കി എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്തങ്ങായിട്ട് നല്ല രീതിയിൽ ഇതാ കറക്കിയിട്ട് സെറ്റാക്കി ഇതാ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇന്ന് ഉണ്ടാക്കുന്നത് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മാമ്പഴ സീസൺ അല്ലേ, അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ ഇതാ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇതാ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ജ്യൂസ് റെഡിയായി. ഇനി നമുക്ക് ലഞ്ചിനുള്ള പരിപാടിയിലേക്ക് കടക്കണം. അപ്പോൾ പാത്തൂസ് മദ്രസയിൽ നിന്ന് എത്താൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാത്തൂസ് മദ്രസയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. വളരെയധികം ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ ജ്യൂസ് കൊടുത്തു. അപ്പോൾ വേഗം തന്നെ കൈ നിന്ന് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ. അത്രയധികം ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ട് കേട്ടോ. വേഗം തന്നെ ഇതാ ജ്യൂസ് കുടിക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ബീഫ് കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഇതാ അടുക്കളയ്ക്ക് ഇതാ ചെന്നു. അങ്ങനെ ഇതാ ബീഫ് കറിക്കുള്ള എല്ലാ ഐറ്റംസ് ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേസ് മാമ്പഴ ജ്യൂസൊക്കെ കുടിച്ച ശേഷം സാറ്റ് കളി കേട്ടോ. രണ്ടുപേരും നല്ല തകർത്തായിട്ട് സാറ്റ് കളികൾ കളിക്കുന്നുണ്ട്. പക്ഷേ പാത്തൂസിന് അറിയില്ല കേട്ടോ സാറ്റ് കളി എന്താണെന്ന്. അപ്പോൾ മോന് പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് കറി അതിനിടയിൽ ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മസാലയൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുത്ത ശേഷമാണ് ഞാൻ ദാ വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഇതാ വേവിക്കാനായിട്ട് വെച്ചെടുത്തു. അങ്ങനെ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പോലെ നെയ്യുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളങ്ങിഴങ്ങ് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തങ്ങായിട്ട് ദാ ഒരു ദിവസത്തിന് ശേഷം ഇതാ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. വളരെ രുചികരമായ ബീഫ് കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു 12:30 ആയിട്ടുണ്ട്. പിള്ളേഴ്സിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ തുമ്പപ്പൂ പോലുള്ള ചേറ് ബീഫ് കറിയും കുട്ടിങ്ങായിട്ട് അതാ ഫുഡ് കഴിക്കാനായിട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഇല്ലെങ്കിൽ വായോ തരാട്ടോ. അങ്ങനെ തുമ്പപ്പൂ പോലുള്ള ചോറും ബീഫ് കറിയും ഇതാ കുട്ടിങ്ങായിട്ട് കഴിച്ചങ്ങായിട്ട് ഇതാ 3 മണിക്ക് ശേഷമാണ് വീഡിയോസ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ചെറുപ്പഴമുണ്ട്. അപ്പോൾ അത് കളയണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഷേക്ക് കുടിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ അതിലേക്ക് നല്ല തണുത്ത പാൽ കേട്ടോ തിളപ്പിച്ചാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ അങ്ങോട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഷേക്ക് റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് ഇതാ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ബദാം ഉണ്ടായിരുന്നു, പിസ്ത ഉണ്ടായിരുന്നു. അപ്പോൾ പിസ്ത വേണോ ബദാം വേണോ എന്ന് ചോദിച്ചപ്പോൾ ബദാം മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഇതാ ബദാമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ ചാനൽ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാനൽ കയറി കണ്ടാൽ
അറിയാട്ടാ. അടിപൊളി ഷേക്കായിരുന്നു. ഇതിൽ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ബൂസ്റ്റ് ഉണ്ടായിരുന്നില്ല, കയ്യിലുള്ളത് വെച്ച് ചെയ്താട്ടോ. അങ്ങനെ എന്താ അടിപൊളിയായിട്ട് ഷേക്ക് ഇതാ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇതാ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇതാ ഒഴിച്ചെടുക്കാനാട്ടോ പോകുന്നത്. കണ്ടില്ലേ, 100% പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഷേക്ക് റെഡിയാക്കി കിട്ടിയിട്ടുള്ളത്. മുതിർന്നവർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടാവുന്ന അടിപൊളി ഷേക്കാണ് സെറ്റായിട്ടുള്ളത്. വളരെ രുചികരമായ ഷേക്കാണ്. അതിലേക്ക് ദാ ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ സെറ്റാക്കി കൊടുക്കുന്നത്. പിള്ളേഴ്സിനോട് പറഞ്ഞത് അണ്ടിപ്പരിപ്പാന്നാട്ടോ, എന്നാലാണ് അവർ കുടിക്കുള്ളൂ. അവർക്ക് ബദാം ഇഷ്ടമില്ല. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിങ്ങേറ്റ് കുടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ സെറ്റാക്കി വെച്ച് അങ്ങനെ അവർ ഒരു ഗ്ലാസ് കുടിച്ച്. മോൾ കുടിച്ചില്ല കേട്ടോ. മോൾക്ക് സ്കോച്ച് വെച്ചിട്ട് അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കി എടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിങ്ങായിട്ട് അങ്ങനെ സെറ്റാക്കി അവളത് കുടിച്ചു. അതിനുശേഷം രാത്രിക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചായ സെറ്റാക്കി, പിന്നെ ഇതാ പൊട്ടിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെട്ടി തിളയ്ക്കുന്ന വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ച് സെറ്റാക്കി ഇതാ പുട്ടൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇതാ അവിലിരിപ്പുണ്ടായിരുന്നു, അവിൽ കൊണ്ട് അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ പൂവമ്പഴാട്ടോ ചെറുതാക്കി കട്ട് ചെയ്ത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നല്ല മധുരമുള്ള സ്നാക്കാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേച്ചുറലായ ബെല്ലത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ആങ്ങളുടെ കടയിലുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് കേട്ടോ. അതിൽ നിന്ന് പാകത്തിനുള്ള ബെല്ലത്തിൻ്റെ പൊടി ഇട്ടുങ്ങായിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയോ, നാളികേരമാണ് കേട്ടോ. നാളികേരം ചേർത്തുങ്ങായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ഇതാ കുഴച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്നാക്ക്. അങ്ങനെ സെറ്റാക്കി ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. പുട്ട് ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഉമ്മ കുത്തി പാത്രത്തിലോട്ട് സെറ്റാക്കി അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെന്താ രാത്രിക്കുള്ള ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ സമയമായി. വേഗം തന്നെ മേശപ്പുറത്ത് കൊടുന്ന് വെച്ച് പിള്ളേഴ്സിന് ചോറ് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ ഉമ്മയും ഗോതമ്പിൻ്റെ പുട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ബീഫ് കറിയും പുട്ടും അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഗോതമ്പ് പുട്ടും അതേപോലെ തന്നെ ബീഫ് കറി റെഡിയാക്കി എടുത്തങ്ങായിട്ട് കഴിച്ച് നോക്കൂ, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ദാ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ദാ പുട്ടും ദാ അടിപൊളി ബീഫ് കറിയും കൂട്ടിയിട്ട് ഇതാ കഴിക്കുന്നു. വേണോ? പോയോ? വരൂ തരാട്ടാ. അങ്ങനെ ദാ ബീഫ് കറിയും കൂട്ടിങ്ങായിട്ട് കഴിച്ച് ഇത്രയ്ക്കുള്ള എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളെ ഈ ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടോ എൻ്റെ ചാനൽ വിജയകരമായി അങ്ങനെ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.